പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹൈസ്കൂളിൽ കയറിയതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ചിലരൊക്കെ പുതിയ സ്കൂളിലായിരിക്കുമല്ലോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. പുതിയ അധ്യാപകരെയും കൂട്ടുകാരെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടോ? അവരോട് പരിചയപ്പെട്ടോ? സംസാരിച്ചോ? വീട്ടിലിരുന്ന് മടുത്തോ? കൂട്ടുകാരെ കാണാൻ കൊതിയാവുന്നുണ്ടല്ലേ? കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് ഗ്രൗണ്ടിലൂടെ ചുറ്റി നടക്കാനും അധ്യാപകരെ കാണുമ്പോൾ കുശലം പറഞ്ഞ് നിൽക്കാനും ഒക്കെ എന്ത് രസമായിരുന്നല്ലേ? ഈ കോവിഡ് മഹാമാരിയെല്ലാം മാറി നമ്മളെല്ലാവരും നമ്മുടെ വിദ്യാലയത്തിൽ ഒന്നിച്ചു കൂടുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ടീച്ചർ കഴിയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഈ പ്രശ്നങ്ങളെയെല്ലാം നാം അതിജീവിച്ചേ പറ്റൂ. ഈ അതിജീവന പാതയിൽ ശാസ്ത്രത്തിന്റെ പങ്കാണ് നമുക്ക് കരുത്ത് പകരുന്നത്. അഹോരാത്രം പരീക്ഷണശാലയിൽ പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞരുടെ പ്രയത്നഫലമാണ് കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലഭ്യമായത്. അവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വരുന്ന ആളുകളിൽ ശാസ്ത്ര പരീക്ഷണശാലകളിൽ മികവ് പ്രകടിപ്പിക്കുന്ന പ്രതിഭകളായി നിങ്ങളിൽ ചിലരൊക്കെ അവിടെ ഉണ്ടാകാം. കഴിഞ്ഞ വർഷം വരെ സയൻസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അധ്യാപകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ 3 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗവും ഓരോ അധ്യാപകരായിരിക്കും എടുക്കുന്നത്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്നിവയായിരിക്കും ആ ഭാഗങ്ങൾ. നമ്മളിവിടെ പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമെല്ലാം കെമിസ്ട്രിയാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് ശാസ്ത്ര പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിക്കും സമൂഹത്തിനും വളരെ പ്രയോജനകരമായതും വളരെ സജീവവും പരിണമിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ശാസ്ത്രമാണ് രസതന്ത്രം. വാട്ട് ഈസ് കെമിസ്ട്രി? എന്താണ് രസതന്ത്രം? ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് മാറ്റർ. പദാർത്ഥങ്ങളുടെ ഘടനയെയും ഗുണങ്ങളെയും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് രസതന്ത്രം. ഈ ശാസ്ത്രശാഖയിലെ മുന്നേറ്റങ്ങളാണ് ഓട്ടോമൊബൈൽ, ഇലക്ട്രിസിറ്റി, കമ്പ്യൂട്ടറുകൾ തുടങ്ങി നാം ദിവസേന ഉപയോഗിക്കുന്ന മിക്ക വസ്തുക്കളുടെയും കണ്ടെത്തലിന് അടിസ്ഥാനം. പുതിയ മരുന്നുകളും പരിസ്ഥിതിയുമായി ഒത്തുപോകുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. വാർദ്ധക്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്താനും പ്രായമേറുന്ന പ്രക്രിയയുടെ വേഗം കുറയ്ക്കാനും ആരോഗ്യസമ്പൂർണമായ ജീവിതം നയിക്കുവാനുമായി അനേകം ഗവേഷണങ്ങൾ ലോകമെമ്പാടുമുള്ള പരീക്ഷണശാലകളിൽ നടന്നു വരുന്നു. മാരക രോഗങ്ങളായ എയ്ഡ്സ്, ക്യാൻസർ എന്നിവ ഇല്ലായ്മ ചെയ്യാൻ വേണ്ട ഔഷധങ്ങളുടെ ഗവേഷണവും തുടരുന്നു. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വൈദ്യുത ജൈവ രസതന്ത്ര പ്രക്രിയകൾ മനസ്സിലാക്കണമെങ്കിൽ രസതന്ത്രത്തിന്റെ അടിത്തറ ആവശ്യമാണ്. ശാഖോപശാഖകളോടുകൂടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മഹാവടവൃക്ഷത്തോട് രസതന്ത്രത്തെ ഉപമിക്കാം. പ്രധാന ശാഖകൾ ഇവയാണ്: ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി. ഏറ്റവും അധികം നിത്യജീവിത സ്പർശിയായ ഒരു ശാസ്ത്രമാണ് രസതന്ത്രം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം തന്നെ രാസപദാർത്ഥങ്ങളാണ്. കൃത്രിമ ഔഷധങ്ങൾ, കൃത്രിമ നാരുകൾ, വസ്ത്രങ്ങൾ, ചായങ്ങൾ, പോളിമറുകൾ, പ്ലാസ്റ്റിക്കുകൾ, അലോയികൾ,
ആന്റിബയോട്ടിക്കുകൾ മുതലായവ ഇല്ലാത്തൊരു ലോകത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാനാകുമോ? ഇവയെല്ലാം രസതന്ത്രത്തിന്റെ സംഭാവനകളാണ്. പക്ഷേ ഇവയുടെ അമിത ഉപയോഗം നല്ലതാണോ? തീർച്ചയായിട്ടുമല്ല. കീടനാശിനികൾ, കൃത്രിമ വളങ്ങൾ എന്നിവ നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ പ്രകൃതിക്കും മനുഷ്യനും അത് ദോഷകരമാകില്ലേ? അതിനാൽ ബുദ്ധിപൂർവവും വിവേകപൂർവവും നിയന്ത്രിതവുമായി മാത്രമേ നാം അവ ഉപയോഗിക്കാവൂ. ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും പുതിയ ചേരുവകൾ നിർമ്മിക്കുന്നതിനും മറ്റും രസതന്ത്രം ഉപകരിക്കുന്നുണ്ട്. ഇതാണ് ആഹാര രസതന്ത്രത്തിന്റെ വിഷയം. പാൽ പാസ്ചറൈസ് ചെയ്യുന്നത്, മുന്തിരിച്ചാറിനെ ഫെർമെന്റേഷൻ ചെയ്ത് വൈനാക്കി മാറ്റുന്നത് എല്ലാം ആഹാര രസതന്ത്രത്തിന്റെ പ്രക്രിയകളാണ്. രസതന്ത്ര വിശേഷങ്ങൾ കേട്ട് മടുത്തോ? എങ്കിൽ നമുക്ക് 2 പരീക്ഷണങ്ങൾ കണ്ടാലോ? ഇവിടെ 2 ബീക്കറുകളുണ്ട്. ഈ 2 ബീക്കറിലും നിറമില്ലാത്ത ദ്രാവകമുണ്ട്. ഒന്ന് ശുദ്ധജലമാണ്, ഒന്നൊരു ആസിഡാണ്. ഇതിൽ ഏതാണ് ആസിഡ്, ഏതാണ് ശുദ്ധജലം എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? കൂട്ടുകാർ ഒന്ന് രേഖപ്പെടുത്തൂ. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്ത് നിറമാണ് ഉണ്ടാക്കുക? ചുവപ്പ് അല്ലേ? നമുക്ക് നോക്കാം, ഇത് ആസിഡാണോ ശുദ്ധജലമാണോ? ഈ നീല ലിറ്റ്മസ് ഒന്ന് മുക്കി നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം. നീല നിറമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ആസിഡ് അല്ല. ഈ നീല ലിറ്റ്മസ് പേപ്പർ നമുക്ക് അടുത്ത ബീക്കറിൽ മുക്കാം. നോക്കൂ, ഇത് ചുവന്ന നിറത്തിലായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ആസിഡ്? ശരിയാണ്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റിയ ഈ ദ്രാവകമാണ് ആസിഡ്. നോക്കൂ, ആസിഡുകൾക്ക് പുളിരുചിയാണ്. നമ്മുടെ പരീക്ഷണശാലകളിൽ ഒരു രാസവസ്തു നമുക്ക് രുചിച്ചു നോക്കാൻ പറ്റില്ല. അപ്പോൾ ആസിഡുകളെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നീല ലിറ്റ്മസ് പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന ശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 3 ആസിഡ് ആൻഡ് ആൽക്കലി എന്ന പാഠത്തിലെ ഞങ്ങൾ പഠിച്ച പ്രധാന ആശയങ്ങൾ ഇതാണ്. നിർവീകരണം എന്നാൽ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം അത് ലവണമായും ജലമായും മാറുന്നു. പിന്നെ ഞങ്ങൾ പഠിച്ചത് pH മൂല്യം എന്താണ് എന്നാണ്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്നറിയാനാണ് pH പേപ്പർ ഉപയോഗിക്കുന്നത്. ശുദ്ധജലത്തിൽ pH മൂല്യം 7 ആണ്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലിയും pH മൂല്യം 7ന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവുമാണ്. പദാർത്ഥം ആസിഡാണോ ക്ഷാരമാണോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ചില കളർ ചാർട്ടുകൾ ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ പഠിച്ചത് മണ്ണിൽ pH മൂല്യം എന്തോരം ഉണ്ട് എന്നതാണ്. അവസാനം ഞങ്ങൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാം എന്ന് പഠിച്ചു. അത് ഞങ്ങൾക്ക് വളരെ ഉപകാരം. എല്ലാവർക്കും ബലൂൺ ഇഷ്ടമല്ലേ? ബലൂൺ വീർപ്പിച്ച് നമ്മൾ ഒരുപാട് കളികൾ കളിക്കാറുണ്ട്. നോക്കൂ, ചില കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ബലൂണുകൾ വീർപ്പിക്കുക ബുദ്ധിമുട്ടാണ്. നമുക്ക് താനേ ബലൂൺ വീർപ്പിക്കുന്ന ഒരു കുപ്പി ഉണ്ടാക്കിയാലോ? കൂട്ടുകാർ ഈ കുപ്പിയിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ചിരിച്ചു നിൽക്കുന്ന ഒരു കുപ്പിയാണിത്. ഇതൊരു മാന്ത്രിക കുപ്പിയാണ്. ഇതിന് താനേ ബലൂണിനെ വീർപ്പിക്കാൻ കഴിയും. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ബലൂണിനെ ഒന്ന് നേരെ നിർത്താം. എന്ത് സംഭവിക്കുമെന്ന് കാണൂ. മാന്ത്രിക കുപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? താനേ ബലൂണിനെ വീർപ്പിക്കുന്ന കുപ്പി. ഇത് എന്തെങ്കിലും മാന്ത്രിക വിദ്യയാണോ? അല്ല എന്ന് കൂട്ടുകാർക്കറിയാം. ഇതെങ്ങനെയാണ് സാധിച്ചത്? നമുക്കൊരു കൊച്ചു പരീക്ഷണം കാണാം. അതിനുശേഷം കൂട്ടുകാർ പറയണം എങ്ങനെയാണ് ഈ ബലൂൺ വീർത്തത് എന്ന്. സാധാരണ ബലൂൺ വീർക്കുന്നത് ബലൂണിനുള്ളിൽ ഏതെങ്കിലും വാതകം നിറയുമ്പോഴാണ്. നമ്മൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ വായു നിറയുന്നത് കൊണ്ടാണ് ബലൂൺ വീർക്കുന്നത്. ഇവിടെയും അതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബോയിലിംഗ് ട്യൂബിലേക്ക് ഇത്തിരി അപ്പക്കാരം ഇടാം. അപ്പക്കാരം കൂട്ടുകാർക്ക് പരിചയമുണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. ബേക്കിംഗ് സോഡ. ഇതിലേക്ക്
അല്പം വിനാഗിരി ഒഴിച്ചാൽ എന്തു സംഭവിക്കും? നിരീക്ഷിക്കൂ. കൂട്ടുകാരെ, ഈ ബലൂൺ വീർത്തത് കണ്ടല്ലോ. നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് വിനാഗിരിയും അപ്പക്കാരവുമാണ്. ആ സമയത്ത് ഈ ബോയിലിംഗ് ട്യൂബിൽ നിന്നും ഒരുപാട് കുമിളകൾ ഉയരുന്നത് കാണാം. ഈ കുമിളകൾ എന്തിൻ്റെ സൂചനയായിരുന്നു? അതൊരു വാതകം രൂപപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ബേസിക് സയൻസ് STD7 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 3 ആസിഡ്സ് ആൻഡ് ആൽക്കലി എന്ന പാഠത്തിലെ മെയിൻ കണ്ടന്റ്സ് ഇവയെല്ലാമാണ്. What are the properties of acids? Acids are very common in some of the foods that we are eat. Lemon juice, buttermilk, tamarind, vinegar, etc. contain certain of acids. Litmus paper is red in acids. All acids have sour taste. Acids present in food substances are weak. Hydrochloric acid, nitric acid, sulfuric acid, etc. which are used in the laboratory are very strong acids. എന്തൊക്കെയാണ് ആസിഡിന്റെ ഗുണങ്ങൾ? നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ ആസിഡുകൾ വളരെ സാധാരണമാണ്. നാരങ്ങ നീര്, തൈര്, പുളി, വിനാഗിരി എന്നിങ്ങനെ പല ആഹാര പദാർത്ഥങ്ങളിലും ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾക്ക് ശക്തി കുറവായിരിക്കും. എന്നാൽ പരീക്ഷണങ്ങൾക്കും മറ്റുമായി ലാബുകളിൽ ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡ്, നിട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവയെല്ലാം വളരെ ശക്തിയേറിയവയാണ്. What are the properties of alkali? The alkali metals are a group of chemical elements in the periodic table with the following physical and chemical properties. Substances like lime water, which turn red litmus blue, are called alkalis. They have a bitter taste and very slimy. എന്തൊക്കെയാണ് ആൽക്കലിയുടെ ഗുണങ്ങൾ? ആനുകാലിക പട്ടികയിലെ ഒരു കൂട്ടം രാസമൂലകങ്ങളാണ് ആൽക്കലികൾ. ചുവന്ന ലിറ്റ്മസ് നീലയായി മാറുന്ന നാരങ്ങനീര് പോലുള്ള വസ്തുക്കളിൽ ആൽക്കലിയുടെ സാന്നിധ്യമുണ്ട്. അവയ്ക്ക് ചെറിയ കയ്പ് രസമായിരിക്കും. ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പിന് മുകളിൽ ഒരു മേസൺ പൈപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. മേസൺ പൈപ്പിൽ ഒരു വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൾവ് തുറക്കാനും അടയ്ക്കാനും കഴിയും. ഈ വാൾവ് തുറന്നാൽ എന്ത് സംഭവിക്കും? ഊഹിച്ചു നോക്കൂ. ഇനി നിങ്ങളുടെ ഊഹം ശരിയാണോ എന്നറിയാൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. കുപ്പിയുടെ ആകൃതിക്ക് മാറ്റം വന്നു. ശ്രദ്ധിച്ചോ എല്ലാവരും? ഈ കുപ്പിക്ക് ആകൃതിക്ക് മാറ്റം വരാം. എന്താവും കാരണം? ഇത് രണ്ടും വാട്ടർ ബോട്ടിലുകൾ തന്നെയാണല്ലോ. ഈ കുപ്പി ഇതുപോലെ ആകൃതിക്ക് മാറ്റം വരുത്താൻ ടീച്ചർക്ക് ഇതിൻ്റെ മുകളിൽ ബലം പ്രയോഗിക്കേണ്ടി വന്നു. കണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കുപ്പിക്ക് ആകൃതിക്ക് മാറ്റം വരുത്തിയത് ആരുടെ ബലമാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുപ്പിക്ക് ചുറ്റും എന്താണ് ഉണ്ടായിരുന്നത്? Pressure in liquid and gases. In this chapter, we came across the topic pressure of gas and that of liquids. What is pressure of gas? It is the force exerted by the gas per unit area of the surface and pressure of liquid in them. Pressure of liquid is the increase in pressure at increasing depth in a liquid. In this topic, pressure of gas by the experiment of the balloon in the bottle, we observed that air can exert force. Here, the instrument barometer used to measure atmospheric pressure was introduced by the scientist Evangelist Torricelli. Pressure of gas in daily life and siphon making was learned with the help of certain experiments like blowing a paper up, ball in a tunnel, etc. Observations were made regarding the pressure of air. A principle proposed by Bernoulli was
learned based on the peculiarity in common to those experiments. In the next topic, in accordance with pressure in liquids with the demonstration of experiments like the filling balloon, rising air bubble, etc., we came to know about that the liquids exert pressure in all directions. Another instrument, pressure gauge, used to measure liquid pressure was introduced. Through this chapter, pressure in liquids and gases, the case of pressure in both of these were understood by more experiments. കഴിഞ്ഞ വർഷം നമ്മൾ പരീക്ഷിച്ച പരീക്ഷണങ്ങളല്ലേ കണ്ടത്? ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ? ഉണ്ടല്ലേ? ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? ഇവിടെ ചിത്രത്തിൽ ജലത്തിൻ്റെ 3 അവസ്ഥകൾ, ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണല്ലോ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ തരംതിരിച്ച് സയൻസ് ഡയറിയിൽ എഴുതുമല്ലോ. ഇതുപോലെയുള്ള നല്ല നല്ല പരീക്ഷണങ്ങളും നൂതന അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ ബൈ.